അപ്പോൾ ഇന്ന് മുട്ടയും ബ്രെഡും ഒക്കെ വെച്ചൊരു സാധനമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതെന്താണെന്ന് ഇപ്പോൾ പറയുന്നില്ല, ഉണ്ടാക്കി കാണിക്കാം. അപ്പം നമ്മൾ ഈ പാത്രത്തിലേക്ക് ആദ്യമേ കുറച്ച് എള്ളിടുവാണ്. എള്ളിട്ട് കണ്ടോ, ഇനി മുട്ട പൊട്ടിച്ചതിലേക്ക് ഒഴിക്കാൻ പോകണം. കോഴിമുട്ടയാണ് കേട്ടോ. രണ്ടോ മൂന്നൊക്കെ എടുക്കാം. അവിടെ മാറ്റി വേഗത്തുണ്ട്. മുട്ട പൊട്ടിച്ചൊഴിച്ചിരിക്കുകയാണ്. അതിന് 2 സ്പൂൺ പഞ്ചസാര അതിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ആ സ്പൂൺ അതിനകത്ത് കിടപ്പുണ്ടല്ലോ. 2 സ്പൂൺ പഞ്ചസാര നമ്മൾ ഇട്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കണം കേട്ടോ. ബീറ്റ് കൂട്ടുകാരെ, അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മുട്ട മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ മുട്ട മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഈ ബ്രെഡ് മുക്കണം. അപ്പോൾ 2 ബ്രെഡ് എടുത്തിട്ടുള്ളൂ, എളുപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എനിക്കറിയത്തില്ലല്ലോ, അതുകൊണ്ട് ആണ്. അപ്പോൾ 2 പീസ് ബ്രെഡ് എടുത്തിട്ടുള്ളൂ. അത് ഇതിനകത്തോട്ട് നമ്മൾ മുക്കുവാണ് കേട്ടോ. നീ മറിച്ചിട്ടോ. ഒന്നുകൂടെ നോക്കും. എന്നിട്ട് അടുപ്പിച്ച് ആ ചരിവ് അങ്ങോട്ട് ഇട്, കയ്യിലോട്ട് ഇടത്തേക്കയിലോട്ട് ഇട്. അടുത്ത് കൊണ്ടുവന്ന ചൂട് കല്ലിലോട്ട് വയ്ക്കും. അടുത്തതും അതേപോലെ തന്നെ. അടുത്തത് ഇതാണ്. അതിൻ്റെ 4 വശവും മുറിച്ച് കളയേണ്ടതാണ്. ഇതിൻ്റെ 4 വശവും മുറിച്ച് കളയേണ്ടതാണ്, പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് അതൊന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ ഈ മുട്ട മിക്സ് നമ്മൾ മുക്കുവാണ്. 2 ബ്രെഡ് എടുത്തിട്ടുള്ളൂ കേട്ടോ. നീ എടുത്തും വെച്ചും വരുമ്പോൾ ആദ്യമായിട്ട് കരിയും. പുറത്ത് വെച്ചാൽ മതി. അങ്ങനെ പുറത്താണ് വെക്കണം, ഇറകിലോട്ട് എനിക്ക് കോലി അങ്ങനെ അവിടെ അതങ്ങോട്ട് നീക്കി വെച്ചിട്ട് മറിച്ചിടണം. ഇതിൻ്റെ പുറത്തേക്ക് ഒഴിക്കട്ടെ. ഇത് ഉണ്ടോ കഴിയുന്ന മാറ്റി. ഇപ്പം അമ്മയാണ് മറിച്ചിട്ടത് കേട്ടോ, ഞാൻ മറിച്ചിടാം. ഒരെണ്ണം കഴിഞ്ഞു, അതിൻ്റെ പുറത്തോട്ട് ഒഴി കുറച്ച്. അത് ബാക്കിയുള്ള 2ൻ്റെയും കൂടെ അങ്ങോട്ട് ഒഴിച്ചു തരല്ലോ. അതിനിപ്പോൾ നിനക്ക് അറിയാൻ നീ ഉണ്ടാക്കണം. എനിക്ക് അറിയാൻ മേലാത്തോണ്ട് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ കൂട്ടുകാരെ. നിങ്ങൾ മറ്റേതിൻ്റെ പുറത്തോട്ട് ഒഴി ഒന്നും വിചാരിക്കല്ലേ. നീ പിടിച്ച് ഞാൻ നോക്കട്ടെ എങ്ങനെ ആക്കാൻ പറ്റും. ഇത് നെയ്തൂത്ത ദോശക്കല്ലാണ്, അതിലിട്ട് ആണ് നമ്മൾ ഇതിങ്ങനെ തിരിച്ചും മറിച്ചും എടുത്തത്. അപ്പം ബ്രെഡ് മുട്ട മിക്സിൽ മുക്കിയെടുത്ത ബ്രെഡ് റെഡിയായിരിക്കുകയാണ്. അമ്മയാണിത് മറിച്ചിടുന്നത് കേട്ടോ. കൂട്ടുകാരെ, 4 മണി പലഹാരമാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. മുട്ടയിൽ ബ്രെഡ് മുക്കിയെടുത്തതാണ്. അപ്പം ഇത് കഴിക്കാൻ വേണ്ടി നിങ്ങളും കൂടെ വായോ. അപ്പോൾ നമുക്ക് ഒരുമിച്ച് കഴിക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ കഴിച്ച് നോക്കട്ടെ എങ്ങനെ ഉണ്ടാവും. സത്യം പറഞ്ഞാൽ നീ അവർക്ക് വേണ്ടിയിട്ടല്ലേ അതൊക്കെ ഉണ്ടാക്കണം. അവരൊക്കെ പറഞ്ഞിട്ടാണല്ലോ. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയാമല്ലോ കേട്ടോ. കൊള്ളാം, സൂപ്പറാണ്. സമയമായല്ല ഇവൻ്റെ എളുപ്പം പഴം തിന്നണം. പഴം കൂടെ എടുത്ത് തിന്നണം. വിറക് ഇങ്ങനെ അപ്പുറം ഇരിക്കുന്നുണ്ട്. നമുക്കുള്ളത് വെച്ചിട്ട്
ഈ പഴം കഴിക്കാൻ പോകണം കേട്ടോ. അതൊക്കെ കഴിച്ചാൽ മതി. സമയമായിട്ടില്ലേ, നീ സാവധാനം കഴിച്ചാൽ മതി. കിക്കിമോൻ എന്താ കരയണത് നോക്കട്ടെ. അപ്പം കഴിച്ചോണ്ടിരിക്കാനായിട്ടോ, കഴിച്ചു തീരാറായി. കഴിച്ച് തീരുമ്പോൾ ലൈവ് തുടങ്ങും അല്ലേ? ചിലപ്പോൾ കാണും, ചിലപ്പോഴേ ഉള്ളു. അതെന്താ? ഇത് കഴിക്കാൻ കൊള്ളാം, അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. കൊള്ളാവുന്നതുകൊണ്ടാണ് നിങ്ങളെന്നെ പറഞ്ഞത്. നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ച് ഉണ്ടാക്കിയതാണ്. ഇക്രു ഒക്കെ ചോദിക്കാറുണ്ട് ലൈവ് വരുമ്പോൾ. ഇക്രു ദിയോണൊക്കെ ചോദിക്കും, ചേട്ടാ കുക്കിംഗ് വീഡിയോ ചെയ്യുമെന്ന് പറയും. അപ്പം ഞാൻ ഇത് അറിയാൻ മേലാഞ്ഞിട്ട് ഒന്ന് കുക്ക് ചെയ്ത് നോക്കുന്നതാണ് കേട്ടോ. എനിക്കിപ്പോൾ ഇത്ര മതി. അപ്പോൾ ഇത്രേ ഉള്ളൂ കൂട്ടുകാരെ. കഴിച്ചു കഴിഞ്ഞ് ടാറ്റാ.